ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനകൾ പീരുമേട് കോടതി പരിസരത്ത് തമ്പടിക്കുന്നു, താലൂക്ക് ഓഫീസിന് പരിസരത്ത് സംഭടിക്കുന്നു, ആശുപത്രിയുടെ പരിസരത്ത് തമ്പടിക്കുന്നു. ഇപ്പോൾ അവര് കുട്ടിക്കാനം മരിഗിരി സ്കൂളിന്റെ സമീപത്തും തമ്പടിച്ചിരിക്കുക. ഇന്നലെ ദിവസം വളരെ അത്ഭുതകരമായിട്ടാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സ്കൂൾ ടൈം കഴിഞ്ഞ ഉടൻ ബസ് കയറി പോകാൻ കാത്തു നിന്ന സ്ഥലത്തേക്കാണ് കാട്ടാന ഓടിയെത്തിയത്. ഇവിടെ കൊടുവാക്കരണം എസ്റ്റേറ്റില് മൈലുകൾ താണ്ടി കാട്ടാന എത്തിയിട്ടുണ്ട്, ഗ്ലെൻമേരി എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്, വേലപ്പാറയ്ക്കപ്പുറം കോഴിക്കാനം എസ്റ്റേറ്റിലും ഇതേ കാട്ടാന എത്തി. ഇപ്പോൾ മ്ലാമലയിലേക്ക് കാട്ടാന നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ജനവാസ മേഖലയാണ്. അതുകൊണ്ട് ജനവാസ മേഖലയിൽ നിന്ന് ഈ മൃഗങ്ങളെ ഒഴിവാക്കുവാനുള്ള ഗൗരവമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്നലെ ദിവസം തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ DD-മാരുൾപ്പെടെ ഉന്നതരായ മുഴുവൻ ഫോറസ്റ്റ് ഒഫീഷ്യൽസും അവിടെ പങ്കെടുത്തിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് പരിഹരിക്കാനുള്ള ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നുള്ളതാണ് പറയാനുള്ളത്. നിലപാടുകൾ കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല. ഇടുക്കി ജില്ല പീരുമേട് മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനഭാഗം 90% പീരുമേട് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് പീരുമേട്ടിൽ അടിയന്തരമായും റേഞ്ച് ഓഫീസ് ആരംഭിച്ച ഫോറസ്റ്റ് ഫോഴ്സിനെ സജ്ജമാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയും. മിനിഞ്ഞാന്ന് ദിവസം TRRDയിൽ 10-20ഓളം കാട്ടാനകൾ വന്നു എന്ന വിവരം അറിയിക്കാൻ വേണ്ടി റേഞ്ച് ഓഫീസറെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തതേയില്ല. MLA വിളിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ പാവങ്ങൾ വിളിച്ചാൽ ആര് ശ്രദ്ധിക്കാനാണ്? ഇന്നലെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അല്പം ജാള്യതയോടെ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ പരിമിതമാണ് എന്ന് പറഞ്ഞു. പീരുമേട്ടിലെ RRTയുടെ വണ്ടി കട്ടപ്പുറത്തിരിക്കുക. ഇവിടെ ഈ ദുരന്തങ്ങളെ നേരിടണമെങ്കിൽ ഒന്നെങ്കിൽ തേക്കടിയിൽ നിന്ന് വല്ല വാഹനം വരേണ്ട സ്ഥിതിയുണ്ട്. എരുമേലിയിൽ നിന്ന് എപ്പോൾ വരാനാണ്? വിഷയം ഇത്രയും രൂക്ഷമായി വരാനായിട്ടുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോട്ടയം DFOയ്ക്കും ഇവിടെ പ്രവർത്തിക്കുന്ന ഓഫീസുകളെല്ലാം പെരിയാർ ടൈഗർ റിസർവിൻ്റെയാണ്. അവരുടെ ഒരു കോട്ടയം DFO ഓഫീസ് ഇവിടെ സ്ഥിരമായി പ്രവർത്തിക്കുകയും അവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങളോടുകൂടി അവരുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാര്യമാണ്.